അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു പുട്ടാണ്, റാഗി പുട്ട്. അപ്പോൾ റാഗി പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാഗിപ്പൊടി വറുത്തതായിരിക്കണം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഗോതമ്പൂട്ടിൻ്റെ വീഡിയോയിൽ നമുക്ക് ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗോതമ്പൊടി വറുക്കണ്ടേ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഗോതമ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പൊടി വറുക്കണ്ട, നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് റാഗിയുടെ പുട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റാഗിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടല്ല, കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് റാഗി പുട്ട് ഉണ്ടാക്കുക. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിൻ്റെ കൂടെ കറി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം, അല്ലാതെ പഴം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റാഗി പുട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഹെൽത്തിന് വളരെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ, അയൺ കണ്ടന്റ് കൂട്ടാനൊക്കെ റാഗി വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഈ ഒരു പുട്ടുണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റവ പുട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ റവ പുട്ടും നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ. നമ്മളെപ്പോഴും അരിപ്പുട്ട് ഗോതമ്പുട്ട് മാത്രം ഉണ്ടാക്കുന്നതിന് പകരം വ്യത്യസ്തമായ പുട്ടുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ റാഗിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, റാഗിപ്പുട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് തണുത്തു പോകുന്നതിന് മുൻപ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എല്ലാ പുട്ടും ചൂടോടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മുടെ പുട്ടുപൊടി തണുത്ത പുട്ടുപൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത്, നോർമൽ പുട്ടുപൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് പുട്ടുപൊടി നനച്ചെടുക്കുക. ചൂട് പുട്ടുപൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മളിപ്പോൾ വറുത്തെടുത്ത പുട്ടുപൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും പുട്ടുപൊടി നനച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് ഏത് പുട്ടുണ്ടാക്കിയാലും നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചൂട് മാറിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ ടേസ്റ്റോടുകൂടി, നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ട് ബാക്കി വരുന്നു വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ആ വൈകുന്നേരം ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ അതേ ടേസ്റ്റോടുകൂടി കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റാഗി പുട്ട് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് വറുത്ത പൊടി. റാഗിപ്പൊടി വറുക്കാത്ത പൊടിയാണ്. അപ്പോൾ റാഗിപ്പൊടി ആദ്യം വറുത്തെടുക്കണം, എങ്കിലും നമ്മുടെ പുട്ട് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ്, തേങ്ങ ചിരവിയത്, വെള്ളം. നമ്മൾ ബാക്കി എല്ലാ പുട്ടുകൾക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴമൊക്കെ കൂട്ടിയിട്ടാണ് പുട്ട് കഴിക്കുന്നതെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അപ്പോൾ വറുത്ത റാഗിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. വറുത്ത റാഗിപ്പൊടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത റാഗിപ്പൊടി ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ റാഗിപ്പൊടി വറുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് പൊടി മാറ്റാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നമ്മുടെ ബർണറിൻ്റെ ചൂടനുസരിച്ച്, നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ 5 മിനിറ്റ് മതിയാവും. ഇല്ലെങ്കിൽ 7 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും പൊടി നന്നായിട്ട് കുക്കായി വരുമ്പോൾ. അത്രയും സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി വറുത്തിട്ടില്ലെങ്കിൽ അരിപ്പൊടിയും വറുത്തെടുക്കുക കേട്ടോ. 2ഉം വറുത്ത് തന്നെ ചേർക്കണം. അപ്പോൾ അരിപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ കുക്കിംഗ് ടൈം വേറെയാണ്, അത് സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഇതുപോലെ ഇളക്കി വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടി ഒരു 7 മിനിറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം പൊടിയൊക്കെ. അപ്പോൾ നമ്മൾ വറുത്ത റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിപ്പൊടി ചേർക്കുകയാണ്. അരിപ്പൊടി കൂടി പോരുത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അരിപ്പൊടിയും റാഗിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മുടെ റാഗിപ്പൊടിക്ക് ചൂടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നത്. ഇത് ചൂടോടെ തന്നെ നനച്ചെടുക്കണം എന്നില്ല പുട്ടുപൊടി. ചൂടോടെ നനച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വറുത്ത് വെച്ച റാഗിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലൊന്ന് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഞാൻ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നില്ല, നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റാഗിപ്പൊടി നല്ല ചൂടാണല്ലോ, അതുകൊണ്ടാണ് ചൂടുവെള്ളം യൂസ് ചെയ്യാത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചിട്ട് ഒരുപാടായി പോകരുത്, കുറച്ച് കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്യുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൊടികൾ ചേർക്കേണ്ടി വരും. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് അരിപ്പൊടി ആ വെള്ളം വലിച്ചെടുക്കും. ഓവറായിട്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ചൊക്കെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് പൊടി നനച്ചെടുക്കാം. പിന്നെ എപ്പോഴും പുട്ടുപൊടി നനച്ചതിന് ശേഷം അടച്ചു വെക്കുക കേട്ടോ. പൊടി ഡ്രൈ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകിച്ചും പൊടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഗിപ്പുട്ടിന് അത്ര ടേസ്റ്റും വരില്ല. അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് പുട്ടിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ആയി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുപൊടിയുടെ നനവ് കറക്റ്റാണ്. അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പുട്ടുപൊടി നനച്ചിരിക്കുന്നത് കറക്റ്റാണ്. ഞാനിനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അടിഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലൊന്ന് തളിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഡ്രൈ ആയിട്ടുണ്ടാവും പൊടി. നമ്മൾ അടച്ചു വെച്ചാലും ഒന്ന് ഡ്രൈ ആയി വരും. അതൊന്ന് വേഗം സോഫ്റ്റായി കിട്ടാനാണ് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പുട്ടുപൊടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇതിലേക്ക് ഞാൻ ആദ്യം 2 പിഞ്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഴമാണ് പുട്ടിൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ടാണ് പഞ്ചസാര. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, എത്ര വേണമെന്നുണ്ടെങ്കിലും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പുട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ അരിപ്പുട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പൊടി ഒട്ടും ഡ്രൈ ആയിട്ടില്ല, കറക്റ്റായിട്ട് ആ നനവുണ്ട്. നമ്മൾ ലാസ്റ്റ് മേളിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ടാണ് നനവ് കൃത്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ബാച്ച് പുട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള പൊടി വീണ്ടും അടച്ച് തന്നെ വെക്കുക കേട്ടോ. അപ്പോഴേ പുട്ടിൻ്റെ പൊടി ഡ്രൈ ആയി പോവാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പുട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ചേർക്കുക. വീണ്ടും കുറച്ച് തേങ്ങ, വീണ്ടും നമുക്ക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇതുപോലെ പൊടിയും തേങ്ങയും മാറി മാറി നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് നമ്മുടെ ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പുട്ടുപൊടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്, ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകളിലും കുറച്ച് തേങ്ങ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുകുടത്തിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്ക് പുട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം എടുക്കും പുട്ട് കുക്കായി വരാൻ. എന്താണെന്ന് വെച്ചാൽ റാഗിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയി പുട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ആദ്യം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ
പുട്ട് റെഡി ആയി കഴിഞ്ഞു, പഴവുമായിട്ടുണ്ട്. ഇനി പുട്ടും പഴവും ചേർത്ത് കഴിച്ചാൽ മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും റാഗിപ്പൊടി ഇതുപോലെ വറുത്തിട്ട് പുട്ടുണ്ടാക്കി നോക്കൂ, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചേഞ്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. എപ്പോഴും നമ്മൾ അരിപ്പുട്ട് കഴിക്കുന്നു, ഗോതമ്പുട്ട് കഴിക്കുന്നു, ഇതാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല പല പുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. പിന്നെ പല കളറിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച്, ഇപ്പോൾ അരിപ്പൊടിയും റാഗിപ്പൊടിയും ഗോതമ്പൊടിയും എല്ലാം ചേർത്തിട്ട് നമുക്ക് പല ലെയറായിട്ടുള്ള പുട്ടുണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്ത് വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങൾക്ക് കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.